നമ്മുടെ ഒരു വീട് ബ്യൂട്ടിഫുൾ ആവുന്നത് ആ വീട്ടിൽ ചെയ്യുന്ന ഇൻറ്റീരിയറിലൂടെയാണ്. ബിക്കോസ് ഇൻറ്റീരിയറിൽ മാത്രമാണ് നമ്മുടെ ഒരു റിക്വയർമെൻറ്റ്സും ആ ഒരു സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഒപ്പം തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ ഡിസൈൻസും കളേഴ്സും ആംബിയൻസ് ലൈറ്റിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനത്തെ ഒരു മോഡേൺ ക്ലാസി ഇൻറ്റീരിയർ ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ അപ്പാർട്ട്മെൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചെന്നൈയിലാണ്. മിസ്റ്റർ രാമകൃഷ്ണൻ ആൻഡ് ഫാമിലിയുടെ ഈ ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 BHK വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. മെയിൻ എൻട്രൻസ് ഡോറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഷൂ റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സീറ്റിംഗ് കം ഷൂ റാക്ക് സ്പേസ് ആണിത്. ഈ സ്പേസ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3D പാനൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു വാൾപേപ്പർ സ്പേസും കൂടി വരുന്നുണ്ട്. ഈ ഒരു DB ബോക്സ് കവർ ചെയ്യാൻ കൂടിയാണ് ആക്ച്വലി ഇവിടെ ഒരു 3D പാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പീസ്ഫുൾ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹൈലൈറ്റർ വാൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിമെൻറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ബുദ്ധ ടെക്സ്ചറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനൊരു പാനലിങ്ങും ഒരു കൺസോൾ ടേബിളും മാക്സിമം സ്റ്റോറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് സൈഡായിട്ട് തന്നെ നമുക്കൊരു ക്യൂരിയോ ഷെൽഫ് വരുന്നുണ്ട്. അതിന് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലാസ് ഷട്ടറിൽ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഗ്ലാസ് ഷട്ടറിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഇൻസൈഡ് പ്രൊഫൈൽ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ 4 ഇയർ സ്പേസിനോട് നമുക്ക് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത്. ഈ ഒരു കംപ്ലീറ്റ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ കളർ തീം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് ടോട്ടലി വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 10 സീറ്റർ സോഫ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ തീമിലാണ് ഇവിടുത്തെ ഒരു സെൻറ്റർ ടേബിളും ഒപ്പം തന്നെ ഒരു വൈഡ് വാളിലാണ് ഇവിടുത്തെ TV യൂണിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ കോവ് ലൈറ്റും അതിൽ ഗ്രൂവ് വർക്ക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജിന് വേണ്ടിയിട്ട് താഴെ സ്റ്റോറേജും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പാനലിങ്ങും കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ കുറച്ച് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ നമ്മളതിൽ ഗ്രൂവ് വർക്ക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ആംബിയൻസും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരു കോളമാണ്. ആ ഒരു കോളം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പാനലിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ പാനലിംഗ് ആണെങ്കിലും ടോട്ടലായിട്ടുള്ള ഇൻറ്റീരിയർ തീമിനോട് മാച്ചായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ ഇത് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്റ്റോറേജ് എൻഷുർ ചെയ്യുക എന്നൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്മോൾ ഒരു ബുക്ക് ഷെൽഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും അതിൻ്റെ ഒരു ഹൈറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ സോഫേൻ്റെ സെയിം ഹൈറ്റ് ലെവലാണ്. സോ നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു യൂണിറ്റ് ഇവിടെ ഉണ്ട് എന്ന് കാണുന്നില്ല. സോ മാക്സിമം ബുക്ക് ഷെൽഫും കാര്യങ്ങളും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഇൻഫോർമൽ ലിവിങ് സ്പേസിലോട്ട് പോവാം. ഫോർമൽ ടു ഇൻഫോർമൽ സ്പേസിൽ വരുന്ന പാസേജ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ വാൾപേപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാൾപേപ്പറിൻ്റെ ഡിസൈൻ ആൻഡ് കളർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ഒരു ഇൻഫോർമൽ ലിവിങ് സ്പേസ്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു ചെറിയൊരു പൂജ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു CNC, ഒരു ഗണപതി ഡിസൈനിൽ വരുന്ന ഒരു CNC ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ഭംഗിയാക്കാൻ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നൊരു ഇഷ്യൂ ആണ്. സോ അതിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ രീതിയിലുള്ള സ്റ്റോറേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ കൊടുത്തിരിക്കുന്നത് നമ്മൾ നാനോ വൈറ്റിലാണ്. ആൻഡ് 2 ഡ്രോവേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു TV യൂണിറ്റ്, ഒരു വലിയൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് ആണെങ്കിലും അതിൻ്റെ അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി ഗ്രൂവ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ബോട്ടം ക്യാബിനറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മളൊരു സ്പേസ്, ഒരു ഡെഡ് സ്പേസ് ആണ് വരുന്നത്. ബട്ട് ദെൻ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു ബാർ യൂണിറ്റ് വേണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലാണ് ഒരു ബാർ, ഒരു ചെറിയൊരു മിനി ബാർ കൗണ്ടർ സെറ്റപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഓവർ ഹെഡിലും താഴെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഗ്ലാസ് വർക്ക്, ഒരു ഷട്ടറിൽ മാത്രമാണ് ഗ്ലാസ് ഡോറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു 5 സീറ്റർ സോഫ, ഒരു 5 പീപ്പിളിന് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർബിൾ ടോപ്പിൽ വരുന്ന ഒരു സെൻറ്റർ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലും നോക്കുകയാണെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് ബിലോ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സീലിംഗ് ഡിസൈനിങ്ങും ഈ അപ്പാർട്ട്മെൻറ്റിന് നോക്കുകയാണെങ്കിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സ്പേസിലാണെങ്കിലും കാസറ്റേസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സീലിങ്ങിനാണെങ്കിലും നമ്മൾ മാക്സിമം കോവ് ലൈറ്റ്സും അതിനൊരു പാനലിങ്ങും എല്ലാം കൊടുത്ത് കാസറ്റേസിക്കാണെങ്കിലും സെൻട്രലി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ സീലിംഗ് ഡിസൈനും പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഇതിനോട് ചേർന്ന് നമുക്ക് വരുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് കം ക്രോക്കറി യൂണിറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്രോക്കറി ആണെങ്കിലും കുറച്ച് ലക്ഷറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗ്ലാസ് ഷട്ടേഴ്സ് എല്ലാം മൊത്തത്തിൽ ഡോറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് കൊടുക്കുമ്പോൾ തന്നെ ഇന്റേണലി നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഒരു ആംബിയൻസ്, ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ആംബിയൻസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. താഴെ തന്നെ നമുക്ക് ഷട്ടർ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ലൈക്ക് ഇൻ ലാമിനേഷൻ ഫിനിഷ് ഇറ്റ് സെൽഫ്. ഒരു സെൻട്രലി ആയിട്ടുള്ള കട്ട് വരുന്ന ഒരു ക്രോക്കറി യൂണിറ്റ് ആണ്. സോ ദാറ്റ് അതിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് മേലെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വിഗ്രഹം കൂടി വെച്ച് ക്ലയൻറ്റ് ഇവിടെ കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ വരുന്നത് ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയറിൻ്റെ പ്രൊവിഷനാണ്. ഗ്ലാസ് ടോപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടീ കൂട്ടിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ചെയറിൻ്റെ കുഷൻ നോക്കുകയാണെങ്കിലും സോഫേൻ്റെ കുഷനോട് മാച്ച് ആവുന്ന സെയിം ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കളർ ഡിസൈൻ ആണെങ്കിലും മൊത്തത്തിൽ ഒരു ഗ്രേ, ഒരു ഡാർക്കർ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആൻഡ് വൈറ്റിലും ബീജിലും വരുന്നതാണ്. സോ അങ്ങനത്തെ ഒരു സോഫ കളറും കുഷൻ കളർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ട് വരുന്നൊരു സ്പേസ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഇവിടെ ഒരു ഡെക്കറേറ്റീവ് പാർട്ടീഷൻ വോൾ പ്രൊവൈഡ് ചെയ്യാം എന്നൊരു ഡിസ്കഷനിൽ എത്തിയിട്ടാണ് പിന്നെ നമ്മൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് അത് ഡിസൈനിൽ കാണിച്ച പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൽ നമ്മൾ പ്രൊഫൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്കൊരു സീറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു 1 സീറ്റർ കുഷൻ ചെയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സെൻറ്റർ ടേബിളും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ഹൈറ്റ് ലെങ്ത്തിൽ വരുന്ന കേർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഷീർ കേർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കംപ്ലീറ്റ്ലി ഈ ഒരു ഇൻറ്റീരിയറിനോട് ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള കളർ തീമിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ വരുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഫാക്ടർ പറയുന്നത് ഇവിടുത്തെ കിച്ചനാണ്. ഒരു ഐലൻഡ് കിച്ചൺ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം ഒരു സ്പേസ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഒരു ഗ്ലാസ്സിൽ വരുന്ന ഒരു സ്ലൈഡിങ് ഡോറ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിലെ അടുത്തൊരു ഹൈലൈറ്റ് ഫാക്ടറാണ് ഇവിടുത്തെ ഒരു ഐലൻഡ് കിച്ചൺ പറയുന്നത്. ഈ ഐലൻഡ് കിച്ചൻ്റെ കളർ തീം നോക്കുകയാണെങ്കിലും ഒരു ബർഗണ്ടി വിത്ത് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഓഫ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്രലിക് ഫിനിഷ് ആണ്. ഇവിടെ ഒരു 5 ബേണർ കുക്കിംഗ് റേഞ്ചാണ്. അതിനോട് മേലെ തന്നെ ഒരു ഹുഡും കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ആക്സസറീസും ഹാർഡ്വെയർസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ടാൻഡം ബോക്സ്, ഓയിൽ പുൾ ഔട്ടും എല്ലാം വരുന്നുണ്ട്. സോ ഇവിടുന്ന് നേരെ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്ത് ഇവിടെ ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. സോ ദാറ്റ് ഇവിടെ സെർവ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അവിടെ നിന്ന് കൺസ്യൂമിങ് കൂടി ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 2 സൈഡിലും നോക്കുകയാണെങ്കിൽ മാക്സിമം സ്റ്റോറേജ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഷട്ടറിൽ വരുന്ന ഡോർസാണ്, അലുമിനിയം പ്രൊഫൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. മേലെ ആണെങ്കിലും ലോഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് മാക്സിമം സ്റ്റോറേജ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കട്ടിങ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്ത് സെർവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ കട്ടിംഗ് സ്പേസിനോട് ചേർന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻബിൽറ്റ് അപ്ലയൻസസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ, ഗ്രില്ലർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി ഡയമെൻഷൻസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയയിലോട്ട് വരികയാണെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ഈ ഒരു ഏരിയയിലായിട്ടാണ് റോളിംഗ് ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് എന്തൊരു അപ്ലയൻസസോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കും. സോ കംപ്ലീറ്റ്ലി ഈ ഒരു കിച്ചൺ ഓർഗനൈസ്ഡ് ആയിട്ടും നീറ്റായിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ തരത്തിലുള്ള ടാൻഡം ബോക്സ്, ഓയിൽ പുൾ ഔട്ട്സും എല്ലാ സ്റ്റോറേജും നമ്മളിവിടെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു വലിയൊരു വാഷ് യൂണിറ്റ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു സർക്കുലർ ആയിട്ടാണ് മിറർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൗണ്ടറും 3 ക്യാബിനറ്റ്സിന് വേണ്ടി സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഒരു വൈഡ് ആയിട്ടുള്ളൊരു പാൻറ്റിങ്ങും കൂടി ഗ്രാനൈറ്റിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ 3 ബെഡ്റൂംസാണ് വരുന്നത്. ഫോമൽ സ്പേസിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണിത്. ഒരു കിങ് സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾ, അത്യാവശ്യം ലെങ്തി വരുന്നൊരു പാനലിംഗ് തന്നെ നമ്മൾ അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് വരുന്നുണ്ട്. അതിൽ സെൻട്രലായിട്ട് ഒരു മിനി TV യൂണിറ്റും കൂടി നമ്മളിതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് TV യൂണിറ്റിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് 2 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ തീം നോക്കുകയാണെങ്കിലും ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ടോട്ടലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുഷനിലാണെങ്കിൽ കോൺട്രാസ്റ്റ് കളറിന് വേണ്ടിയിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു 1 സീറ്റർ ചെയർ കുഷ്യനിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും ആ ഒരു സെയിം ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അതൊരു ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്, ഗ്രേ അല്ലാതെ ഒരു ഡാർക്കർ ഒരു ബ്രൗൺ ഷെയ്ഡിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ വിത്ത് 3 ഡ്രോവേഴ്സ് ആയിട്ടും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ അത്യാവശ്യം വലിയ സ്പേസ് ഉള്ള ഒരു ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബും വേറൊരു വാർഡ്രോബും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്ലൈഡിങ് കം 1 ഷട്ടർ ഡോറായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഫുൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു മിറർ യൂണിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഇൻഫോർമൽ സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഗേൾസ് ബെഡ്റൂം വരുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ ഗേൾസ് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ക്വീൻ സൈസ് കോട്ടും ഒരു വാർഡ്രോബും ഒരു സ്റ്റഡി ടേബിളും ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ്. കോട്ട് നോക്കുകയാണെങ്കിൽ 2 സൈഡും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വെർട്ടിക്കൽ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂവ് വർക്ക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലി ആയിട്ടാണ് ഇവിടെ ഒരു വാൾപേപ്പർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ഒരു കോൺട്രാസ്റ്റ് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കുഷ്യനിൽ മാത്രം മെറൂൺ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം റൂമിൻ്റെ യൂണിറ്റ്സിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്പേസിൽ കൊടുത്ത് ആ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന തന്നെയാണ് മൊത്തത്തിൽ ഒരു ഡിസൈൻ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂം ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് തന്നെ അത് മാക്സിമം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ലൈഡിംഗ് വാർഡ്രോബ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ലാമിനേഷൻ കളർ നോക്കുകയാണെങ്കിലും 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, മൊത്തത്തിൽ 2 ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റിയും ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഓവർ ഹെഡിൽ ഒരു ഓപ്പൺ ബുക്ക് ഷെൽഫാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മിററും അവിടെ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസും വേണ്ടിയിട്ട്. ഒപ്പം തന്നെ ഈ ഒരു റൂമിൽ ഒരു ഫുൾ ഹൈറ്റ് ലെങ്ത്തിൽ വരുന്ന ഒരു മിററും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സൺസ് ബെഡ്റൂം ഒന്ന് കാണാം. കോട്ട് നോക്കുകയാണെങ്കിൽ ക്വീൻ സൈസ് കോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനൊരു കുഷ്യൻ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ കളർ തീമിൽ ഒന്ന് ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു വാൾപേപ്പർ ഡിസൈൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിലും വരുന്നതാണ്. സെൻട്രലി ആയിട്ടാണ് ഒരു പാനല ഗ്ലാസ്, ഒരു ബ്ലാക്ക് ഗ്ലാസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബുക്ക് ഷെൽഫ് നോക്കുകയാണെങ്കിലും ഒരു ക്രിയേറ്റീവ് ഡിസൈനിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഒരു ഡിസൈൻ വരുന്നൊരു യൂണിറ്റാണിത്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡ്രോവേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് ടേബിൾസ് കോട്ടിനോട് ചേർന്നിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്രൂം ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഫുൾ ഹൈറ്റിൽ വരുന്ന ഒരു മിറർ യൂണിറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ആണെങ്കിലും മാക്സിമം ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രലി കട്ട് വരുന്നതും അതിനൊപ്പം തന്നെ അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കോൾ ലൈറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ ഒരു ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാം. അൺടിൽ ദെൻ ബൈ ഫ്രം ഷീക. താങ്ക് യു ഫോർ വാച്ചിങ്.